ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൊട്ടാരത്തിലെ അടുക്കള ജോലിക്കാരിയായിരുന്ന നീ പുത്തൻ പണത്തിന്റെ പേരിൽ എന്റെ ജീവന് വിലയിടുന്നു. എന്റെ സൗജന്യത്തിൽ ജപിച്ച നീ എനിക്ക് നക്കാപ്പിച്ചു തരുന്നു. ഇരിക്കണം മേഡം. അവനെ വിളിച്ചോണ്ടോ? എവിടെയെങ്കിലും മാനവും മര്യാദയായിട്ട് ജീവിക്കാണെന്നാ കരുതിയത്. മൂത്ത് നരച്ചിട്ടും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലേ. പ്രായമാകും തോറും പഴയതൊക്കെ മനസ്സിലിട്ട് കനലാക്കി നടക്കുമായിരുന്നു അല്ലേ. ഒന്നും മറന്നില്ല. അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്നതാണോ നീ ഇന്നലെ ചേട്ടന് ചെയ്തു വെച്ചത്? എന്തിനാ ശിവദാസ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഓർക്കുന്നത്? അത് നമുക്കാർക്കും ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളല്ലേ. ഞാൻ എന്ത് ചെയ്താലും അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഞാനും നീയുമൊക്കെ കുടുംബമായിട്ട് സമാധാനത്തോടെ ജീവിക്കല്ലേ. ഇങ്ങനെ ഒരു ജീവിതം കിട്ടാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ. അതിനിടയ്ക്ക് ശിവദാസൻ വന്ന് വെറുതെ അലമ്പുണ്ടാക്കി. ഞാൻ ഇപ്പൊ വന്നത് വേറൊരു കാര്യം പറയാനാ. ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. മണിമാല ഇപ്പൊ എവിടെയുണ്ട്? എസ് ഐ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ. ഇന്ന് രാത്രിയാണ് ശിവദാസൻ മരിക്കുന്നത്. അതും ഞാൻ പറഞ്ഞിട്ട്. അത് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. നിന്റെ ആയുസിന്റെ കാലാവധി ഞാൻ അവധിക്ക് വെക്കാം. പക്ഷേ മണിമാല എവിടെയെന്ന് പറയണം. അത് പറഞ്ഞില്ലെങ്കിലും സാരമില്ല. തന്റെ മക്കൾ എവിടെയുണ്ടെന്ന് പറഞ്ഞാലും മതി. അതും പറഞ്ഞിട്ട് താൻ എന്റെ കൺമുമ്പിൽ നിന്ന് എവിടെയെങ്കിലും പോയി ജീവിക്കേ. അവനവന്റെ ജീവനല്ലേ എല്ലാവർക്കും വലുത്. വേണേൽ ഞാൻ കുറച്ച് പൈസയും തരാം. ഒന്നുകിൽ മണിമാല, അല്ലെങ്കിൽ നിന്റെ മക്കൾ. രണ്ടിൽ ഏതെങ്കിലും ഒന്ന്. നീ ആലോചിക്ക്. ഇന്നൊരു രാത്രി മുഴുവനും സമയമുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ശിവദാസൻ പറയുവാണെങ്കിൽ ഇറക്കി വിട്ടേക്കണം. ഒരു പോറിൽ പോലും ഏൽക്കരുത്. ശരി മാഡം. എന്നെ കൊന്നാലും ഞാൻ പറയില്ല.
അതെ, അങ്ങനെ എന്റെ കുടുംബത്തെ ഒറ്റുകൊടുത്തിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. ആ പറഞ്ഞതെങ്കിൽ നീ എന്നെ ഇന്ന് കൊല്ലുമെന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ മക്കൾ എവിടെയാണെന്ന് നീ അറിയില്ല. ഞാൻ പറയില്ല. നീ കാണിക്കുന്നതിലൊക്കെ നിന്നോട് പകരം വീട്ടാൻ പോകുന്നത് അവരാ. നീ വേണമെങ്കിൽ എന്നെ ഇപ്പൊ കൊന്നോ. പക്ഷേ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇനി എനിക്ക് നീ സമയം തരണ്ട. എന്നെ കൊന്നാലും ഞാനത് പറയില്ല. കൊട്ടാരത്തിലെ അടുക്കള ജോലിക്കാരിയായിരുന്ന നീ പുത്തൻ പണത്തിന്റെ പേരിൽ എന്റെ ജീവന് വിലയിടുന്നു. എന്റെ സൗജന്യത്തിൽ ജീവിച്ച നീ എനിക്ക് നക്കാപ്പിച്ചു തരുന്നു. ഇന്ന് നിന്നെ ഞാൻ തീർക്കും. ഹലോ മഹി, ഇത് ഞാനാ. പറ അശോക. മഹി, സംഭവം നീ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാ. നിന്റെ ഫാം ഹൗസിലെ ജോലിക്കാരനെ ഇന്ന് രാത്രി ക്യാമ്പ് ഓഫീസിലേക്ക് മാറ്റും. അവിടെ വെച്ച് തീർക്കാനുള്ള പരിപാടിയാ. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. പുറത്തുനിന്ന് ആളെ ഇറക്കിയ കൊട്ടേഷൻ കണ്ടു കഴിഞ്ഞാൽ തനി പോലീസുകാരാണെന്നേ പറയൂ. അവിടെ വെച്ച് കൊല്ലാനാ പ്ലാൻ.